നമസ്കാരം. മൂലം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ആഴ്ച എങ്ങനെയുണ്ടാകും? നമുക്ക് വിശദമായി തന്നെ നോക്കാം. ഈ ആഴ്ചയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പഴയത് അവസാനിക്കുമ്പോഴാണ് പുതിയത് തുടങ്ങുന്നത്. അതായത് ചില കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ ജീവിതത്തിൽ പുതിയ വാതിലുകൾ തുറക്കൂ. ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യത്തിലും എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഗുണവും ചെയ്യാത്ത ചില പഴയ ബന്ധങ്ങൾ അല്ലെങ്കിൽ ചില ചിന്താരീതികളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ വിട്ടുകളയാൻ പറ്റിയൊരു സമയമാണിത്. തുടക്കത്തിൽ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടൊക്കെ തോന്നാം, പക്ഷെ ഒന്നോർക്കുക, ഇത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നല്ലൊരു വ്യക്തതയും മനസ്സമാധാനവുമാണ്. ശരി, അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ? നിങ്ങളുടെ ജോലിയുടെയും പണത്തിന്റെയും കാര്യത്തിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് നോക്കാം. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ചില അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് തയ്യാറായിക്കോളൂ. ചിലപ്പോൾ നിങ്ങൾ കുറേ കാലമായി ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊജക്റ്റ് തീരാം, പകരം പുതിയൊരു ഉത്തരവാദിത്തം നിങ്ങളുടെ കയ്യിലേക്ക് വരാം. ഇതിനെ ഒരു പുതിയ അവസരമായിട്ട് കണ്ടാ മതി. പ്രത്യേകിച്ച് ഈ ഗവൺമെന്റ്, ടെക്നിക്കൽ അല്ലെങ്കിൽ റീസർച്ച് ഫീൽഡിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് ഇത് നല്ല നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ സമയമാണ്. ഈ ആഴ്ച നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: എന്ത് തീരുമാനമെടുക്കുമ്പോഴും വികാരങ്ങളെക്കാൾ കൂടുതൽ വിവേകത്തിന് പ്രാധാന്യം കൊടുക്കുക. പെട്ടെന്നുള്ളൊരു തോന്നലിന്റെ പുറത്ത് ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കുറച്ചൊന്ന് ആലോചിച്ച് ദീർഘകാലത്തേക്ക് എന്താണ് നല്ലതെന്ന് നോക്കി തീരുമാനിച്ചാൽ അതിന്റെ ഗുണം നിങ്ങൾക്ക് പിന്നീട് കിട്ടും. ഇനി പൈസയുടെ കാര്യത്തിലേക്ക് വന്നാൽ ഈ ആഴ്ച പെട്ടെന്നുള്ള ചില ചിലവുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിനുവേണ്ടി ഒന്ന് തയ്യാറായിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഈ വരുന്ന ചിലവുകളെ നമുക്കൊരു അവസരമായിട്ട് തന്നെ കാണാം. എങ്ങനെയെന്നല്ലേ? നിങ്ങളുടെ പഴയ കടങ്ങളൊക്കെ തീർക്കാനും ബാധ്യതകൾ അവസാനിപ്പിക്കാനും ഈ സമയം ഉപയോഗിക്കാം. പെട്ടെന്ന് വരുന്ന ചിലവുകളെ ബുദ്ധിയോടെ കൈകാര്യം ചെയ്യുക. പിന്നെ എന്തെങ്കിലും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ആഴ്ചയുടെ അവസാനത്തേക്ക് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ ജോലിയുടെയും പണത്തിന്റെയും കാര്യം നമ്മൾ സംസാരിച്ചു. ഇനി നമുക്ക് നിങ്ങളുടെ വ്യക്തിബന്ധങ്ങളിലും ആരോഗ്യത്തിലും ഈ ആഴ്ച എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നതെന്ന് നോക്കാം. ബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ ആഴ്ച വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം കേട്ടോ. ചിലപ്പോൾ ഒരു ചെറിയ വാക്ക് മതിയാകും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ. പക്ഷേ അതേസമയം തന്നെ കുറേ കാലമായി നിങ്ങളുടെ മനസ്സിലുള്ള ചില തെറ്റിദ്ധാരണകളൊക്കെ തുറന്ന് സംസാരിച്ച് തീർക്കാനും ഇത് നല്ലൊരു അവസരമാണ്. സത്യസന്ധമായി സംസാരിച്ചാൽ ബന്ധങ്ങൾ കൂടുതൽ ശക്തമാകും, ഉറപ്പ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈയിടെയായിട്ട് ആളുകളിൽ നിന്നൊക്കെ ഒന്ന് മാറി കുറച്ചുനേരം തനിച്ചിരിക്കാൻ തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഒരു പേടിയും വേണ്ട. അത് തികച്ചും സ്വാഭാവികമാണ്. കാരണം ഈ ആഴ്ചയുടെ ഒരു എനർജി അങ്ങനെയാണ്. നിങ്ങളെ കുറച്ചൊന്ന് ഉള്ളിലേക്ക് നോക്കാൻ പ്രേരിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾക്കായി കുറച്ച് സമയം കണ്ടെത്തുന്നത് ഈ സമയത്ത് വളരെ നല്ലതാണ്. ആരോഗ്യത്തിന്റെ കാര്യത്തില് ചിലയിടങ്ങളിൽ കുറച്ചധികം ശ്രദ്ധ കൊടുക്കണം. നിങ്ങളുടെ നട്ടെല്ല്, മുട്ടുകള്, പിന്നെ പേശികള്, ഇവിടങ്ങളിലൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അമിതമായിട്ട് കഷ്ടപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ മനസ്സിനും ശരീരത്തിനും ഒരുപോലെ റിലാക്സേഷൻ തരുന്ന ധ്യാനം അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്യുന്നത് ഈ ആഴ്ച നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം തരും. ശരി, അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം പോസിറ്റീവായിട്ട് നേരിടാൻ നമ്മളെ സഹായിക്കുന്ന ചില ആത്മീയമായ മാർഗനിർദ്ദേശങ്ങൾ കൂടി നോക്കിയാലോ? ഈ ആഴ്ച നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു പ്രധാന സംഖ്യയുണ്ട്. അത് 21. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, വരുന്ന ചൊവ്വാഴ്ച ഓം നമഃ ശിവായ എന്ന മന്ത്രം 21 തവണ ജപിക്കുക. ഇത് നിങ്ങൾക്ക് കൂടുതൽ മാനസിക ശക്തി തരും. അതുപോലെ തീരുമാനങ്ങൾ എടുക്കാൻ ഒരു വ്യക്തതയും കിട്ടും. ഇതിനോടൊപ്പം ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായ മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ പോയി ശിവലിംഗത്തിൽ കുറച്ചു വെള്ളമോ കൂവളത്തിന്റെ ഇലയോ സമർപ്പിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി അതിന് സാധിച്ചില്ലെങ്കിൽ ഒരു മരത്തിന് കുറച്ച് വെള്ളമൊഴിക്കുക. ഇത് നിങ്ങളെ ഭൂമിയുമായി കണക്ട് ചെയ്യാനും മനസ്സ് ശാന്തമാക്കാനും സഹായിക്കും. അപ്പോൾ അവസാനമായി ഈ ആഴ്ച നിങ്ങളെ തുണയ്ക്കുന്ന ചില ഭാഗ്യസൂചനകൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം. ഈ ആഴ്ചയിലെ നിങ്ങളുടെ ഭാഗ്യ ദിവസം വരുന്നത് ചൊവ്വാഴ്ചയാണ്. ചുവപ്പ്, പിന്നെ കടും നീല, ഈ നിറങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ പോസിറ്റീവ് എനർജി തരും. ഭാഗ്യസംഖ്യ 9. ഈ കാര്യങ്ങളൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഒരു ഗൈഡായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പോ ഇത്രയൊക്കെയാണ് ഈ ആഴ്ച മൂലം നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. ഈ ആഴ്ച എന്ത് പഴയ കാര്യങ്ങൾ അവസാനിപ്പിച്ച് ഏത് പുതിയ തുടക്കത്തിനാണ് നിങ്ങൾ വഴി തുറക്കാൻ പോകുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ. നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം.